ശ്രീ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, നമ്മൾ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾ, ഈ സ്പെക്കുലേഷനുകൾ എത്ര കണ്ട് ആക്യുറേറ്റ് ആണ്, അതിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഇവർ പരിശോധിക്കപ്പെടാതെ പോയത്? അത് ഷാജി ജോസഫ് കൃത്യമാക്കി. പൊടിപ്പാറ ഉയർത്തിയ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. കാരണം ഒരു ഉത്തരേന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ കേരളത്തിൽ തെറ്റാവുന്ന കാര്യങ്ങൾ തൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരിചയം മുമ്പോട്ട് വെച്ച് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മറ്റൊരു പോയിന്റ് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. പറഞ്ഞോളൂ. ഇതേ ഉത്തരേന്ത്യൻ പരിപ്രേക്ഷ്യത്തില് ഈ കേരളത്തെ വീക്ഷിച്ച അതേ ഏജൻസികളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഏജൻസികളും ഒരേ സ്വരത്തിൽ LDFന് വൻ വിജയം പ്രഖ്യാപിച്ചതും അത് യഥാർത്ഥ എക്സാക്ട് പോളില് യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചത്. പക്ഷേ എക്സാക്ട് പോളിൽ യാഥാർത്ഥ്യമെന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രതിഫലിച്ച പല ഘടകങ്ങളും നമ്മൾ പരിശോധിക്കണം. കാരണം ഇന്നിപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളവർ നേരിയ ഭൂരിപക്ഷത്തിൽ കടന്നു പോകൂ എന്ന് കണ്ടവരുണ്ട്, എന്ന് പറഞ്ഞവരുണ്ട്. പലരും തോറ്റുപോകുമെന്ന് പറഞ്ഞവർ ജയിച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിന് വിരുദ്ധമായി പല ഘടകങ്ങളും ഉണ്ട് സർ. ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള അതൊരു ജനറൽ തോട്ടാണ്. ഒരു പ്രവചനത്തെ സംബന്ധിച്ച് അത്തരം ജനറൽ തോട്ടുകൾ ശാസ്ത്രീയമായി നിലനിൽക്കുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അതാണ്. കാരണം ഇതിൻ്റെ മുൻകാലങ്ങളിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനിപ്പോൾ പറയാം. ഞാൻ കെ പ്രേംകുമാറിലേക്കൊന്ന് പോവുകയാണ്. ശ്രീ കെ പ്രേംകുമാർ, ഒരു ഉദാഹരണം. ഇപ്പം ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു 49 മുതൽ 65 വരെയാണ് LDFന് പറയുന്നത്, നിങ്ങളുടെ മുന്നണിക്ക് പറയുന്നത്. പക്ഷേ 78 വരെ UDFന് പറയുന്നു, 78 മുതൽ 90 വരെ പറയുന്നു. ഇതേ ആക്സിസ് മൈ ഇന്ത്യയുടെ പരിശോധനകൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ ജനങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആരാണ്? അത് VD സതീശനല്ല, ചെന്നിത്തലയല്ല, KC വേണുഗോപാലല്ല, മറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അപ്പോൾ അതാണ് ഈ ഡാറ്റ ശേഖരിക്കുന്നതിൽ വരുന്ന അബദ്ധങ്ങളാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്ന് പറയാനുള്ള ഒരു കാര്യം. അതിന് സാങ്കത്യമുണ്ട്. അപ്പോൾ പൊടിപ്പാറ പറഞ്ഞതിന് വിരുദ്ധമായും ഷാജി ജോസഫ് പറഞ്ഞതിന് ശരിവെക്കുന്നതുമായൊരു ഘടകമുണ്ട്. ശ്രീ കെ പ്രേംകുമാർ. ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, അഥവാ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ് അങ്ങ് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, ശ്രീ അജിംഷാദ്. അപ്പോൾ ഞാൻ പറയുന്നത്, പൊതുവിൽ നമുക്ക് ഇടതുപക്ഷത്തിന് ഒരു പ്രയാസമുണ്ടാകുന്നു, തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് ഭരണം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ്റെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ത്വര എന്ന നിലയിൽ ഇതിനെ കാണരുത്. കാരണം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ അടിത്തറയുള്ള മനസ്സുകളെല്ലാം കേരളത്തിലെ ഗവൺമെൻറ് വീണ്ടും ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചവരാണ്. ആ ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനം വലിയ തോതിൽ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നീക്കങ്ങളെയും, അത് കോടതിയിൽ പോയിട്ടായാലും അല്ലാതെ ആയാലും നുണകൾ കൊണ്ട് മൂടിയിട്ടായാലും ഒക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു പ്രതിപക്ഷത്തെയും നമ്മുടെ നാട് കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പാണ് എന്ന് മെയ് 4 റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങളാണ് ജനാധിപത്യത്തിലെ വലിയ ശക്തികളെന്നും കനകോലുമാരുടെ അവരുടെ ഇംഗിതങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അവർ ഉദ്ദേശിക്കുന്ന, അവർ ആസൂത്രണം ചെയ്ത നിലയിലുമല്ല കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുക. തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ അവർ വിധിയെഴുതുക എന്ന് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഞാനതിന് ചൂണ്ടിക്കാണിച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. കാരണം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പൊതുവിലുണ്ടായിട്ടുള്ള ഒരു ചെറിയ പരാജയമുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത്ര ആഴത്തിലുള്ള ഒരു തിരിച്ചടിയല്ല തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായത്. എന്നാൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് ഏതാണ്ട് 65ഓളം വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കം ലഭിക്കുന്ന, മേൽക്കൈ ലഭിക്കുന്ന ഒരു പൊതു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഏതെങ്കിലും വിസ്മയങ്ങളുടെ ഭാഗമായി പിറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായോ? ജനങ്ങളെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും കഴിഞ്ഞോ? അങ്ങനെ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകരുത്. അഥവാ പൊതു അഭിപ്രായം LDFനാണോ UDFനാണോ ആ അത്തരത്തിൽ വലിയ വിസ്മയം. അതെ, നിശ്ചയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വിസ്മയമൊക്കെ 1 വർഷം മുമ്പേ ആലോചിച്ചതാണ്.
ഇവരെല്ലാം ഈ പറഞ്ഞ വിസ്മയങ്ങളെല്ലാം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് അനുകൂലമായിട്ടല്ല, അതിനു വേണ്ടിയല്ല, ഇടതുപക്ഷത്തെ തകർക്കാൻ ഒരുപക്ഷെ ഇതിനകത്ത് നിന്ന് പരിശ്രമിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെയും അതിജീവിച്ചാണ് ഞാൻ പറയുന്നത്. അകത്തു നിന്നുള്ള ഒരു ശത്രുവിനെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. ആ ശത്രുവിനെയും അതിജീവിച്ചാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു നിലയിലേക്ക് ഇടതുപക്ഷം എത്തിയത് എന്ന് നാം കാണണം. അപ്പോൾ പാളയത്തിലെ പട പുറത്തു പോയപ്പോൾ സ്വാഭാവികമായും അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷത്തിന് പൊതുവിൽ ലഭിച്ച ഒരു സ്വീകാര്യതയും മേൽക്കൈയും അംഗീകാരവുമുണ്ട്. മാത്രവുമല്ല, ജനങ്ങൾ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കാര്യത്തിൽ ഇടതുപക്ഷത്തിന് മറ്റു ബദലില്ല, LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്ത് ഒരു പാർട്ടി സ്വഭാവത്തിൽ നീങ്ങിയ ആൾക്കാരാണ്, അത്ര വലിയ മഹാന്മാരാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത്. പിന്നീട് അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ റിവീൽഡ് ആകുമ്പോൾ ആ അർത്ഥത്തിൽ പൊളിഞ്ഞു പോകുന്ന സംഭവങ്ങളുണ്ട്. മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉള്ള തദ്ദേശത്തിലേക്കുള്ള പുരോഗതി, അതിൻ്റെ സ്വാഭാവികമായ കൾമിനേഷൻ, സ്വാഭാവികമായ പരിണാമം, ആ പരിണാമം LDFന് അനുഗുണമാകുന്ന തരത്തിലേക്കുള്ള ഘടകങ്ങൾ, ഇതൊക്കെയാണ് ശ്രീ കെ പ്രേംകുമാർ വായിച്ചെടുത്തത്. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ദാണ്ട് ആക്സിസ് മൈ ഇന്ത്യ, അതായത് പ്രദീപ് ഗുപ്തയുടെ സ്ഥാപനം നടത്തിയ സ്റ്റഡി ഒറ്റ കാര്യം, LDFന് 49 മുതൽ 62 വരെയും UDFന് 78 മുതൽ 90 വരെയും സീറ്റുകൾ പ്രവചിച്ച 3 സീറ്റുകൾ വരെ NDAക്ക് നേടാമെന്ന് പ്രവചിച്ച ആക്സിസ് മൈ ഇന്ത്യ, ആ ആക്സിസ് മൈ ഇന്ത്യ മുഖ്യമന്ത്രിക്കുള്ള സെലക്ഷൻ നടത്തുന്നത് നോക്കൂ. 21% ആർക്ക്? VD സതീശന് പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രിയാകാൻ കേരളത്തിലെ ജനങ്ങളിൽ. രമേശ് ചെന്നിത്തലയ്ക്ക് 8, KC വേണുഗോപാലിന് 3. ഇതേ ആക്സിസ് മൈ ഇന്ത്യ പിണറായി വിജയൻ എന്ന, അതായത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നൽകുന്നത് 33% പിന്തുണയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനുള്ളത്. അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പറയുന്ന ഈ കണക്കുകൾ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവിടെയാണ് ഷാജി ജോസഫ് പറഞ്ഞ ആ പോളിംഗ് ട്രെൻഡാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന ശാസ്ത്രീയ വശത്തിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടി വരുന്നത്. ഞാൻ പൊടിപ്പാറയെ തള്ളിപ്പറഞ്ഞതല്ല, വിലയിരുത്തിയതാണ്.